കേരള ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലൂടെ പാർലമെൻറ്റിലെത്തുക. അത് BJPയുടെ സ്വപ്നമാണ്, ചിരകാല സ്വപ്നമാണ്. കേരള നിയമസഭയിലേക്ക് O രാജഗോപാൽ വിജയിച്ചതൊഴിച്ചാൽ നിയമസഭയിലും പാർലമെൻറ്റിലും അക്കൗണ്ട് തുറക്കും എന്നുള്ള ദീർഘകാലമായുള്ള BJPയുടെ സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര നടനാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, സുരേഷ് ഗോപി ആക്കിയത് ഇടതുപക്ഷവും അതുപോലെ UDFുമാണ്. കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാമോ, എത്രത്തോളം അപഹസിക്കാമോ, അങ്ങനെയുള്ള എല്ലാത്തരം ട്രോളിനും വിധേയനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ എടുത്തോട്ടെ എന്നുള്ള പ്രയോഗങ്ങൾ വെച്ച് അധിക്ഷേപിച്ചത് പോട്ടെ, വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ തട്ടി സംസാരിച്ചത് അപമാനിക്കലാണ്, സ്ത്രീപീഡനമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യത്തിൽ വിടുകയും വരെ ചെയ്തു. സുരേഷ് ഗോപിയെപ്പോലെ ഭരത് അവാർഡ് വരെ നേടിയ ഒരു നടന് അത്തരത്തിൽ ഒരു സ്ത്രീയോട് പൊതുജന മധ്യത്തിൽ വെച്ച് മാന്യതയില്ലാതെ പെരുമാറേണ്ട സാഹചര്യമില്ല. കാരണം അദ്ദേഹം മമ്മൂട്ടിയും മോഹൻലാലും പോലെ നായക നടൻ അല്ലെങ്കിലും സൂപ്പർ സ്റ്റാർ എന്ന പട്ടികയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെയും നിര. കാരണം പോലീസ് വേഷങ്ങൾ, കമ്മീഷണർ അടക്കമുള്ള സിനിമകളിലൂടെ പോലീസ് വേഷങ്ങൾ തന്മയത്വത്തോടെ ചെയ്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു നടനാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നടൻ എന്ന നിലയിലുള്ള സ്വാധീനവും ദൃശ്യമാധ്യമങ്ങളിലൂടെ കോടീശ്വരനാകാം എന്ന പരിപാടിയിലൂടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ MP ആയിരുന്ന ഘട്ടങ്ങളിൽ തനിക്ക് കിട്ടിയ MP ഫണ്ട് കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ആദിവാസി മേഖലകളിൽ മുഖം നോക്കാതെ അദ്ദേഹം വിനിയോഗിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിച്ച പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടിയായപ്പോഴാണ് K മുരളീധരനെയും സുനിൽകുമാറിനെയും പിന്നിലാക്കിക്കൊണ്ട് വിജയമുറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞത്. ഇനിയെങ്കിലും ഇടതുപക്ഷവും UDFും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജനങ്ങൾ ആണ് അന്തിമമായി വിധി തീരുമാനിക്കുക. അതുകൊണ്ട് ഒരാളിനെയും വില കുറച്ച് കാണാതിരിക്കുക, രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിലൂടെ മാത്രം വിലയിരുത്താതിരിക്കുക. അതുപോലെ BJP എന്ന് പറഞ്ഞ് അവർക്ക് അസ്പർശ്യത കൽപ്പിക്കാതിരിക്കുക. പുലി വരുന്നേ എന്ന് പേടിപ്പിച്ച് അവസാനം പുലി വരുമ്പോൾ എന്തു സംഭവിക്കും? അതുതന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുലി.